ദേ മണിയടിച്ചു, സത്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏയ് നീ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ഒന്നേ അമ്മ അന്വേഷിക്കും. തിരുമേനി, ഇന്നെന്റെ അച്ഛൻ പത്മനാഭമേനോന്റെ പിറന്നാളാ. അറിയാം, അതിന്റെ വിശേഷാൽ പൂജയ്ക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. ഒപ്പം കുടുംബത്തിലുള്ളവരുടെ പേരിൽ കൂടി അർച്ചന ചെയ്യണം. ശരി. കല്യാണി, ആ തട്ടവും കൊടുക്ക്. ആ പേര് പറഞ്ഞോളൂ. അരവിന്ദ്. അരവിന്ദ് നാമധേയസ്യ സകുടുംബാനാം ആയുരാരോഗ്യ സൗഖ്യം. പേര് പറഞ്ഞോളൂ. ആനന്ദ്. ആനന്ദ് നാമധേയസ്യ സകുടുംബാനാം ആയുരാരോഗ്യ സൗഖ്യം. ഇനി കുട്ടിയുടെ പേര് പറയൂ. കല്യാണി. കല്യാണി നാമധേയസ്യ സകുടുംബാനാം ആയുർ. തിരുമേനി നിർത്ത്. എന്തുപറ്റി? എന്താ തിരുമേനി കാണിക്കുന്നേ? കുടുംബത്തിലുള്ളവർക്ക് അർച്ചന ചെയ്യാൻ പറഞ്ഞപ്പോ അടുക്കളക്കാരുടെ പേരിലാണോ അർച്ചന ചെയ്യുന്നത്? ക്ഷമിക്കണം മാഡം, തിരുമേനി പേര് ചോദിച്ചപ്പോ പറഞ്ഞു പോയതാ. ഈ കുട്ടി മക്കളുടെ അടുത്ത് നിന്നപ്പോ മരുമകളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അതാ അബദ്ധം പറ്റിയത്. ശരി ശരി, മതി അർച്ചന ചെയ്തത്. ഇനി വേണ്ട. തിരുമേനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. അവൾ എപ്പോഴും അവന്റെ കൂടെ ചേർന്നല്ലേ നിൽക്കൂ. അടുക്കളക്കാരിയൊക്കെ നിർത്താനുള്ളിടത്ത് നിർത്തണം, അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം കേൾക്കേണ്ടി വരും. അത് പറഞ്ഞാ ഇപ്പൊ ഇവിടെ ആർക്കും മനസ്സിലാവില്ലല്ലോ. മാറി നിൽക്കടി അവിടുന്ന്. ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഇളമേ, കല്യാണിയല്ല, ഞാനാ ഇവിടെ വന്ന് നിന്നത്. തെറ്റ് എന്റെ കയ്യില. അതിന് കല്യാണി വെറുതെ കുറ്റപ്പെടുത്തണ്ട. ആരും ആരെയും പഴിചാരം നിൽക്കേണ്ട. സംഭവിച്ചു പോയി, അതിവിടെ കളഞ്ഞേക്കാം. അഖിലേ, ഇനി എന്താന്ന് വെച്ചാൽ നോക്കാം. ഇനി ആരുടെയും പേരിൽ അർച്ചനയൊന്നും വേണ്ട. വിശേഷാൽ പൂജ നടത്തിയാൽ മതി. ശരി.
കല്യാണി ഈ തട്ട് വാങ്ങി കയ്യിൽ വെച്ചേക്ക്. ആനന്ദേ, നീ അമ്മയോട് ഇന്ന് കാര്യം പറ. ഇനി എന്തിനാ മടിക്കുന്നത്? ഏയ്, അമ്മ ഇപ്പം നല്ല ദേഷ്യത്തില്. ദേ കണ്ടില്ലേ, അച്ഛൻ പോലും സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. മൂഡ് മാറുമെന്ന് നോക്കട്ടെ. ചേച്ചി, ഉം. എല്ലാ വർഷവും അച്ഛന്റെ പിറന്നാൾ ദിവസം പൂജയൊക്കെ നടത്തി കഴിയുമ്പോ ആരെന്ത് ആഗ്രഹം പറഞ്ഞാലും നടത്തിക്കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചേച്ചി ഒന്നും പറഞ്ഞില്ല. നിനക്കിപ്പോ എന്തു വേണം? എന്തു വേണമെങ്കിലും ചോദിച്ചോ. ഏ? അയ്യോ ഇനി ഞാനായിട്ട് ആ പതിവ് തെറ്റിക്കുന്നില്ല. അയ്യോ, എനിക്ക് വലിയ സന്തോഷായി. അരവിന്ദേ, നീ കേട്ടല്ലോ? ദേ, ആർക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളാനാ പറഞ്ഞിരിക്കുന്നെ. ചേച്ചി ഇത് സാധിച്ചു തരും. വാ, വന്നിന്റെ പുറകില് ക്യൂ ആയിട്ട് നിന്ന്. വാടാ, വാ. അയ്യോ, ചേച്ചി, ഞാൻ ആലോചിച്ചിട്ടേ എനിക്കൊരു ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചു തരാൻ പറ്റുമോ? പുതിയ ഫാഷനില്. ശരി, വാങ്ങിച്ചോ. എനിക്ക് സമ്മതം. ആണോ? താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. അരവിന്ദേ, ചെന്ന് ചോദിക്കടാ. പോ. ആനന്ദേ, ദേ, നിന്റെ അമ്മ ഇപ്പൊ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് പറ്റിയ അവസരം. ചെന്ന് നിന്റെ ആഗ്രഹം നേരിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ചെല്ലടാ, ഇപ്പൊ പറഞ്ഞ സംഗതി ഓക്കെയാ. കമോൺ. അമ്മേ, ജസ്റ്റ് ഒരു മിനിറ്റ്. എനിക്ക് റയർ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് വേണം ചോദിക്കാൻ. അപ്പം എനിക്ക് ആലോചിക്കാൻ 1 മിനിറ്റ് സമയം വേണം. ഓക്കെ? ചെല്ലടാ. എന്താടി നോക്കിക്കൊണ്ട് നിക്കുന്നേ? ഈ തട്ടം കൊണ്ടുപോയി കാറി വെക്കടി. അവള് സ്വപ്നം കണ്ടോണ്ട് നിക്കുന്ന കണ്ടില്ലേ? ഓടി.
അമ്മ എനിക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കാണാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തോ അമ്മ ഉം, പ്ലീസ്. ശരി. താങ്ക്സ് അമ്മ. നിന്നെ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആനന്ദേ. ഇതുവരെ നീ ഇങ്ങനെ എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടില്ല ഒരവസരത്തിലും. പറ, എന്റെ മോനെ എന്താ വേണ്ടത്? നിനക്ക് വേണ്ടി അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരു മടിയും വേണ്ട, ചോദിക്കേ. അത് അമ്മേ, ഉം. അയ്യോ എന്റെ ദൈവമേ. അയ്യോ എന്താ ഈ കിടക്കുന്നേ? എല്ലാം നശിപ്പിച്ചല്ലേടി നീ? ഇത് അഖിലേച്ചിയുടെ അച്ഛന്റെ പിറന്നാൾ പൂജ നടത്തിയ പ്രസാദത്തട്ടാ. അതറിയില്ലേ നിനക്ക്? നിങ്ങൾക്കെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വന്നൂടായിരുന്നോ? ഞാൻ സൂക്ഷിച്ചു തന്നെ മാഡം വന്നത്. ഈ പെണ്ണ എന്തോ സ്വപ്നവും കണ്ടോണ്ട് വന്ന് എന്നെ ഇങ്ങോട്ട് ഇടിച്ചത്. ആ അയ്യോ, ഇവളത് ചെയ്യും. ഇവള് ഈ ലോകത്തൊന്നും അല്ലല്ലോ. അച്ഛന്റെ പിറന്നാളായിട്ട് ദേഷ്യപ്പെടരുതെന്ന് കരുതിയിട്ട ഓരോന്ന് കണ്ടിട്ടും പോട്ടെ പോട്ടേന്ന് വെച്ചിരുന്നത്. നീ തട്ടിയെറിഞ്ഞത് എന്റെ അച്ഛന്റെ പിറന്നാളിന് നടത്തിയ പൂജാപ്രസാദത്തിന്റെ തട്ടവാ. ഓർമ്മ വേണം നിനക്ക്. ഇനി എന്തിനാ നിന്ന് വിഷമിക്കുന്നേ? ഈ തറയെ കിടക്കുന്നെല്ലാം പെറുക്കി എടുത്തോണ്ട് വാടി ഇങ്ങോട്ട്. ഞാൻ സഹായിക്കണോ കല്യാണി? വേണ്ട വല്യുഞ്ഞെ.
റിലാക്സ്. അമ്പലത്തിൽ നടന്നതോർത്ത് വെറുതെ ഫീൽ ആകണ്ട. അത് വെറും ഒരു സാധാരണ. അതല്ല കൃഷ്ണേട്ടാ, അച്ഛന്റെ പിറന്നാൾ ദിവസം പൂജ നടത്തിയ പ്രസാദത്തട്ട് താഴേക്ക് വീഴാന്ന് വെച്ച മനസ്സിനെന്തോ വലിയൊരു സങ്കടം പോലെ. അത് പെട്ടെന്നൊന്നും പോവില്ല. ഞാൻ വളരെ ഡിപ്രസ്ഡാ. അഖിലേ, സങ്കടങ്ങൾ വരുന്നതിലല്ല, വരുന്ന സങ്കടങ്ങളെ നേരിടാൻ കഴിയാത്തതാ അതിലും വലിയ സങ്കടം. പ്രസാദത്തട്ടം കയ്യിൽ നിന്ന് വഴുതി വീണ് പോയതല്ലേ, അല്ലാതെ മനപ്പുറം എറിഞ്ഞു കളഞ്ഞതൊന്നും അല്ലല്ലോ. അതിനെ അങ്ങനെ കണ്ടാ മതി. ഏയ്, അങ്ങനെ അങ്ങ് വഴുതി പോയതൊന്നും അല്ല ശിവരാമേട്ടാ. എല്ലാം ഈ കല്യാണിയുടെ അലക്ഷ്യത കൊണ്ട് സംഭവിച്ചതാ. അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഇവള് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാക്കി വെച്ചോളും, മനഃപൂർവ്വം. ആ പാവം ചേച്ചിയുടെ വിഷമം ചേച്ചിക്കേ അറിയൂ. നമുക്കത് കണ്ടോണ്ടിരിക്കാന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? വിലാസിനി, നിനക്ക് കുറച്ചു നേരം ഒന്ന് വായടച്ച് വെക്കാമോ? കുറെ നേരമായല്ലോ. കൊള്ളാം. ഇത്രയും നാളും പെണ്ണും പിള്ളയായിരുന്നു വായടക്കേ എന്ന് പറയുന്നത്. ഇപ്പതാ ഭർത്താവായി. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. കഷ്ടം തന്നെ. പറ, എന്റെ മോനെ എന്താ വേണ്ടത്? ആ ആനന്ദേ, അമ്മേ, ക്ഷേത്രത്തിൽ വെച്ച് നീ എന്നോടെന്തോ പറയാൻ വന്നു നിന്നായിരുന്നല്ലോ, വിലാസിനിയുടെ അരവിന്ദിന്റെയും പിന്നിൽ. വന്നിരുന്നമ്മേ, പക്ഷെ ചോദിക്കാൻ പറ്റിയില്ല. അറിയാം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒരു ആഗ്രഹവുമായിട്ടും നീ അങ്ങനെ വന്നു നിന്ന് ഞാൻ കണ്ടിട്ടേയില്ല. ഇന്ന് അങ്ങനെ എന്റെ മോൻ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര പ്രാധാന്യമുള്ള കാര്യത്തിനായിരിക്കുന്ന എന്റെ ഒരു തോന്നൽ. ഇനി കല്യാണിയോടുള്ള ഇവന്റെ പ്രണയം പറഞ്ഞ് അമ്മയുടെ സമ്മതം വാങ്ങിക്കാനെങ്ങാനും ആണോ? ദൈവമേ, പ്രശ്നമാണല്ലോ. ചോദിച്ചോളൂ ആനന്ദേ, നിനക്ക് എന്താ ആഗ്രഹമുള്ളത്? അമ്മേ, പറയടാ. അത് പിന്നെ ആനന്ദ് ഇങ്ങനെ മടിക്കുന്നത് കാണുമ്പോഴേ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്നാണ് ചോദിക്കാനുള്ളതെന്ന് തോന്നുമല്ലോ. എന്താ ആനന്ദേ, പെട്ടെന്ന് ചോദിച്ചോ, ഞങ്ങളും കേൾക്കട്ടെ. അതെ, നിന്റെ മുത്തച്ഛന്റെ ഈ പിറന്നാൾ ദിനത്തിൽ അമ്മയോട് എന്ത് ചോദിച്ചാലും സാധിച്ചു തരും. മടിക്കാതെ ചോദിക്കുക. പറയടാ, പേടിക്കണ്ട. കമോൺ ബ്രോ, ചോദിക്കേ. ഞങ്ങൾ എല്ലാരും കേൾക്കാൻ നിൽക്കുക. ചോദിക്കേ. അതെ ആനന്ദേ, ഇതാണ് സമയം. നീ മടിക്കാതെ ചോദിക്കേ. ഓ, ഇനി നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കാം അവൻ അമ്മയോട് ചോദിക്കാൻ കഴിയാത്തതെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കങ്ങ് മാറിയിക്കാം. വാപ്പാ. വേണ്ട ചാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത് എല്ലാരും കേൾക്കാനുള്ളതാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്കത് ആവശ്യപ്പെടാനും പറ്റും. ആഹാ, അത്ര വലിയ വിഷയമാണോ അത്? അതെ ഇളയമേ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അമ്മയാണ് അതിന് എസ് പറയേണ്ടത്.